ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. വെൽക്കം ബാക്ക് ടു ചൈതുശ്യാം യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഞാൻ ഒരു നാലമ്പല യാത്ര പോകുവാന്ന്. ഞാൻ ഫസ്റ്റ് ടൈം ഇങ്ങനെ ഒരു നാലമ്പല യാത്രയെല്ലാം പോകുന്നു. ഇനി കാണാം ഇനി ഏതെല്ലാം അമ്പലത്തിൽ പോവാന്ന്. ഇത് കണ്ണൂർ തന്നെയാണ്, ഇത് ഡിസ്ട്രിക്ട്. പിന്നെ കോഴിക്കോടാ? കോഴിക്കോടുള്ള ലോകനാർക്കാവ് എന്നിട്ട് ഇത് നല്ല ആംബിയൻസ്, നല്ല രസമുണ്ട് ഇത്. ഇപ്പോൾ ആൾറെഡി കോഴിക്കോട് എത്തി, രണ്ടമ്പലത്തിൽ കയറി. ഇപ്പോൾ നേരെ ഗുരുവായൂർ പോക്കാം. ഗുരുവായൂർ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു 8 മണിയാകുമ്പോൾ ഗുരുവായൂർ എത്തുമായിരിക്കും രാത്രി. ഇപ്പോൾ വൈകുന്നേരം 4:30-5 മണിയായി. ആൾറെഡി രണ്ടമ്പലത്തിൽ കയറി. അങ്ങനെ ഞങ്ങൾ ഗുരുവായൂർ എത്തി. വൈകുന്നേരം 6 മണിയായിട്ടുണ്ട് കേട്ടോ. ചെറിയ മഴക്കാരെല്ലാം ഉണ്ട്. മഴ പെയ്ത ഇത് കാണുമ്പോൾ മറ്റേ സിനിമ ഓർമ്മ വരുന്നു. ഗുരുവായൂർ അമ്പലനടയിൽ വലിയ ബ്ലോക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നേരത്തെ തന്നെ ഗുരുവായൂരെത്തി. ഇതെന്നാ കാക്കക്കൂടാ? അല്ല, കാക്കല്ല കേട്ടോ, വെറും ദോശയാ. കൊക്കിന്റെ കറുപ്പ്. നല്ല രസമല്ല വൈകുന്നേരം ഇങ്ങനെ അമ്പലത്തിലോട്ട് നടക്കാൻ. ഇതെടുത്ത കൊളാ? നമുക്ക് ദിവസം വരാമല്ലോ. നൈസ്. ഒരു പ്രത്യേകം ഇതാണ്. ഇറങ്ങാൻ പറ്റൂല. ഓ, ഇപ്പുറത്തെ കൂടി അതിലെ കൂടി പോയിട്ട് അതിലെ കൂടി വരുമെന്ന് അറിയില്ല. നേരത്തെ വന്ന പോലെ തന്നെ ഉണ്ട് ഇതും. ആ, അതല്ലേ ദർശനത്തിന് വേണ്ടിയിട്ടുള്ള ക്യൂ. ദർശനത്തിന് വേണ്ടിയിട്ടുള്ള ക്യൂ. വെറും മടിയനാ. US ബാക്ക് ഞങ്ങളും വന്നിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഒരു പൊലിച്ച 3 മണിക്ക് ഞങ്ങൾ ക്യൂവിൽ നിന്ന്. ഇതിപ്പോൾ വൈകുന്നേരമായി. കുറേ ആൾക്കാരുണ്ട്. ഗുരുവായൂരെല്ലാം പോയി വന്ന് എന്തോ റൂമിലെത്തിയിട്ട അമ്പാടിയങ്ങ് കുറേ സാധനങ്ങൾ, തോക്ക്, ട്രെയിന് സെറ്റാക്കുന്നത്. ഇപ്പോൾ ഗുരുവായൂരിൻ്റെ അടുത്തുള്ള ഹോട്ടലിലുള്ള രാവിലെ 1:30 മണിക്ക് നമ്മൾ പോകും. ഇവിടുന്ന് നാലമ്പലത്തോട്ട്. ക്ഷീണിച്ച് പോയി. ബസ്സിൽ തലവേദന എടുക്കുന്നുണ്ട്. കുറച്ചും പറ്റണം. കുറേ സമയം ഒരു ട്രെയിനാക്കാൻ കഴിഞ്ഞിട്ട്. ട്രെയിനിൻ്റെ സാധനം എടുത്തു. ആന്നാടാ ലൈറ്റെല്ലാം ഉണ്ടാ?
പിടിക്കല്ല. കാല് 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 കാല്. ഗ്രൗണ്ട് ഫ്ലോറിലേക്കല്ലേ ഫുഡ് കഴിക്കാൻ പോകാം. ഫുഡ് കഴിക്കാൻ പോവാന്നട്ടോ. ഇപ്പൊ എനിക്ക് വന്നതേ ഉള്ളൂ, ചായ കുടിച്ചതേ ഉള്ളൂ. ഒന്നേ ഇവിടെ ഒറ്റ മനുഷ്യൻ വന്നിട്ടില്ല കേട്ടോ. ഇല്ല, 8 മണിക്ക് വരാൻ പറഞ്ഞത്. ഹോട്ടലിൻ്റെ അടുത്ത് തന്നെയാ പറഞ്ഞ. അല്ല, ഹോട്ടലിൽ നിന്ന് റൂമിൻ്റെ അടുത്ത് തന്നെയാ പറഞ്ഞേ. എല്ലാരും അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയാമോ? അമ്പടി പുറത്തു പോല. ഇതോടെ ഹോട്ടൽ എവിടെയാ? ഇതിന്റെ ടോപ്പ്. എല്ലാം വരട്ടെ. ഞങ്ങളകത്ത് കയറിയിട്ടില്ല, ഞങ്ങള് ലാസ്റ്റ് പോയത്. ഇറങ്ങിയിട്ടുണ്ടാവൂല. ഇനി വരട്ടെ. വരട്ടെ ഇപ്പം എല്ലാവരും. വണ്ടിയാണ് അപ്പോൾ ക്രോസ് ആക്കാൻ വേണ്ടിയിട്ട്. വണ്ടിയാ തീർന്നു പക്ഷെ അപ്പം തന്നെ കാറ് വരുന്നത്. പോയിക്കോ. ഇതിലേ കൂടി പോയാൽ അമ്പലത്തു. പണ്ട് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞങ്ങൾ ഇതിലേ കൂടി വന്നതെന്ന് തോന്നുന്നല്ലേ അല്ലേ? അല്ല, ഇവിടെ ഒരു ബസ് വെച്ചില്ലേ? എത്രയല്ലേ ഉള്ളു നടക്കാൻ? ഇതിപ്പോൾ പിന്നോ ഞങ്ങൾ അമ്പലത്തോട്ട് തിരിച്ച് പോവാണ് കേട്ടോ. നേരത്തെ അമ്പലത്തിൽ പോയി, പിന്നെ റൂമിൽ പോയി, റൂമിൽ പിന്നെ അമ്പലത്തോട്ട് പോകാം. നമ്മളെന്ന് വെച്ചാൽ വന്ന ആൾക്കാരൊന്നും അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. അപ്പോൾ അത്ര നേരം വെറുതെ ഇരിക്കേണ്ട വിചാരിച്ച് ഒന്ന് നടക്കാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ്. അങ്ങനെ ഞങ്ങൾ അമ്പലത്തേക്ക് പോയി വന്ന് റൂമിലോട്ട് വന്ന് പിന്നെ ഇവിടുന്ന് 1.5 മണിക്ക് പോകണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നോക്കുമ്പോഴത്തേനും അമ്പാടി ഉറങ്ങുന്നേ ഇല്ല. അമ്പാടി ബസ്സിൽ നിന്ന് ഫുള്ള് ഉറങ്ങിയോണ്ട് പിന്നെ അവന് ഉറക്കമില്ല, ഞങ്ങൾ ഉറങ്ങാനും വിടുന്നില്ല. അങ്ങനെ കുറച്ചേരം അവനെ ഒന്നിച്ച് കളിച്ച് പിന്നെ എല്ലാം പിടിച്ച് കയറ്റി അവനെ ഉറക്കി. ഞാനതിന് ഉറങ്ങിക്കേ ഇല്ല കേട്ടോ. ഞാൻ ഒരു 11:30 ആകുമ്പോൾ കിടന്ന് 12:15 ആകുമ്പോൾ എണീച്ച് അങ്ങനെയെല്ലാം റെഡിയായി വേഗം റെഡിയായിട്ട് ബസ്സിൽ കയറി ഇരുന്ന്. ഞങ്ങൾ പൊൽച്ചകനെ പോയ കൊണ്ട് എല്ലാ അമ്പലത്തിലും വലിയ തിരക്കൊന്നും ഉണ്ടായിട്ടില്ല. 4 അമ്പലത്തിലും വലിയ ക്യൂ നിൽക്കേണ്ടി വന്നിട്ടില്ല. വേമ്പേ തൊഴുത് ഇറങ്ങി. പൊൽച്ചകനെ ഇറങ്ങിയതുകൊണ്ട് നമുക്ക് വേമ്പേ ദർശനം കിട്ടി. 4 അമ്പലം ദർശനം കഴിഞ്ഞ് പിന്നെ ബസ്സിൽ കയറിയിട്ട് ഫുൾ ഉറക്കമായിരുന്നു. ഉറക്കം ശരിയായിട്ടാലോ. അപ്പോൾ ഈ വീഡിയോ എത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യൂ. ബൈ.